ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? കുറച്ച് ലേറ്റായിട്ടോ. വേറെ ഒന്നല്ല, വാവ വാശി കാരണം അവളേനെ ഉറക്കാൻ വേണ്ടി നിന്നേ, അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടുണ്ട് കേട്ടോ. കഥ പറയാവേ. അങ്ങനെ സച്ചിനെ ലോക്കപ്പിൽ നിന്ന് ഇറക്കുകയാണ് അച്ഛമ്മ. അപ്പോൾ സച്ചി പോയിട്ട് അഞ്ജനോട് ചോദിക്കണം, മാഡം ഞാൻ തല്ലി ചതച്ചല്ലല്ലോ നിങ്ങളെന്ന് ചോദിക്കുമ്പോൾ അഞ്ജന പറയാം, ക്ഷമിക്കണം സച്ചി, പറ്റിപ്പോയി. ആൻ്റണി അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു, എൻ്റെ നിവൃത്തികേടുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. സച്ചി എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞിട്ട് അഞ്ജന സച്ചിയോട് മാപ്പ് ചോദിക്കണം. മാപ്പ് ചോദിക്കുന്ന സമയത്ത് അച്ഛമ്മ പറയും, നീ മാത്രം മാപ്പ് ചോദിച്ചാൽ പോരാ, ഇവിടുത്തെ SI സാറ് സച്ചിയോട് മാപ്പ് ചോദിക്കണം എന്ന് പറയും. അപ്പോൾ സാറ് ചോദിക്കും, ആരും ഞാനോ? ഞാനെന്തിനാ മാപ്പ് ചോദിക്കണം? എന്തിനാ മാപ്പ് ചോദിക്കണമെന്നോ? എൻ്റെ മോനെ ചെയ്യാത്ത തെറ്റിന് ഒരു രാത്രി മുഴുവൻ ലോക്കപ്പിലിട്ടിട്ട് നിങ്ങൾ മാപ്പ് ചോദിച്ചില്ലെങ്കിൽ എനിക്കറിയാം സാറേ എന്താ വേണ്ടെന്ന്. പക്ഷേ നീ നിൻ്റെ അറിയാവുന്ന ചാനലുകാരെയും മീഡിയക്കാരെയൊക്കെ വിളിക്ക്. ഇദ്ദേഹം മാപ്പ് ചോദിച്ചില്ലെങ്കിൽ അദ്ദേഹം അപമാനിക്കപ്പെടും, ഉറപ്പാണ്, ഞാൻ ഇതെല്ലാവരോടും പറയും എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മ SIയോട് ചൂടാവാണ്. അപ്പോൾ ശ്രീകാന്ത് പറയും, ഇത്രയും നേരം ഞങ്ങൾ സച്ചേട്ടനെ സ്നേഹിക്കുന്ന ഞങ്ങളെല്ലാവരും അനുഭവിച്ച വേദന എന്താണെന്ന് സാറിന് അറിയില്ലേ? സച്ചേട്ടൻ ലോക്കപ്പിലാന്ന് അറിഞ്ഞിട്ട് ഊണും ഉറക്കമില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാവമുണ്ട് വീട്ടിൽ, സാറത് മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ സച്ചി പറയും. അപ്പോൾ SI പറയും, അയ്യോ മീഡിയക്കാരെ ഒന്നും വിളിക്കണ്ട, ഞാൻ സോറി പറഞ്ഞോളാം. എന്നിട്ട് സച്ചി തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്കണം എന്ന് പറയാണ്. അപ്പം സച്ചി പറയാണ്, സാറേ ഈ സ്ത്രീയുടെ വെച്ചിട്ട് എനിക്ക് പരാതിയൊന്നും ഒരുത്തനുണ്ടല്ലോ ഇതിൻ്റെ പിന്നിലൊക്കെ, അവനെ സാറ് എന്താ ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് ചോദിക്കുമ്പോൾ പറയും, അവന് ഞാൻ ഇവൾക്ക് കൊടുക്കുന്നേക്കാൾ വലിയ ശിക്ഷ മേടിച്ചു കൊടുക്കും, അവൻ അടുത്ത കാലത്തൊന്നും അവൻ പുറത്തിറങ്ങില്ല, അതിനുള്ള പണി എനിക്കറിയാം സച്ചി ഇനി അതോർത്തിട്ട് ടെൻഷൻ ആവണ്ട, അവനുള്ള പണി ഞാൻ കൊടുത്തോളാം. സച്ചി ഒരു കാര്യം ചെയ്യുക, ഒപ്പിട്ടിട്ട് വീട്ടിൽ പോകാൻ നോക്കുമെന്ന് പറയാണ്. അങ്ങനെ സച്ചി ഒപ്പിട്ടിട്ട് വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ സച്ചി ഒപ്പിട്ട് സച്ചിയുടെ സാധനങ്ങളെല്ലാം, പേഴ്സ്, മൊബൈൽ എല്ലാം സ്റ്റേഷനിൽ നിന്ന് അവർ കൊടുത്തിട്ട് അങ്ങനെ സച്ചി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ പിന്നാലെ അഞ്ജന ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ SI ചോദിക്കും, നീ എവിടെ പോകണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോവാൻ. അങ്ങനെ പോകാൻ വരട്ടെ, നീ ഇവിടെ നിൽക്കുക, നിൻ്റെ കൂടെയുള്ള ആളേനെ ഞാൻ ഇപ്പോൾ വിളിച്ച് വരുത്തുന്നുണ്ട് സ്റ്റേഷനിലേക്ക്, നിങ്ങൾക്കുള്ളത് ഒരുമിച്ച് ഞാൻ തരാം, അവിടെ നിൽക്കുക, അവൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അഞ്ജനേനെ അവിടെ പിടിച്ചു നിർത്തണം. എന്നിട്ട് SI ആൻ്റണീനെ വിളിച്ചിട്ട്, ആൻ്റണി വേഗം വാ, ഞാൻ സച്ചിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടല്ലോ, അവനെ നമുക്ക് ജയിലിൽ അടയ്ക്കേണ്ട, അതിന് വേണ്ടിയിട്ടാണ്, നീ വേഗം സ്റ്റേഷൻ വരെ വരണമെന്ന് പറഞ്ഞിട്ട് ആൻ്റണീനെ വിളിച്ചു വരുത്താണ്. ഈ സമയത്ത് സച്ചി അച്ചമ്മയും ശ്രീകാന്തും വർഷയും ഈച്ചയും കൂടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സച്ചി പെട്ടെന്ന് തിരിഞ്ഞ് അച്ചമ്മയെ വിളിച്ചിട്ട് അച്ചമ്മേനെ പിടിച്ച് പൊട്ടിക്കരയാണ്. അപ്പോൾ അച്ചമ്മ എന്താടാ ചോദിക്കുമ്പോൾ പറയും, ഞാൻ കൈ പിടിച്ച് നടക്കാവുന്ന പ്രായത്തിൽ പോലെ അച്ചമ്മയുടെ ഒക്കത്തായിരുന്നു ഞാൻ. അച്ചമ്മ എവിടെ പോകുമ്പോഴും, വയലിൽ പോവുകയാണെങ്കിലും കല്യാണത്തിന് പോവുകയാണെങ്കിലും കടയിലെ സാധനങ്ങൾ മേടിക്കാൻ പോവുകയാണെങ്കിലും വീട്ടിലെ പണികൾ ചെയ്യുകയാണെങ്കിലും എല്ലാം അച്ചമ്മ എന്നെ ഒക്കത്തെടുത്തിട്ടാണ് നടത്തിയായിരുന്നു. അച്ചമ്മ എപ്പോഴും പറയും, എന്നെ ഒക്കത്തെടുത്തിട്ട് എന്നെ എടുത്തെടുത്ത് അച്ചമ്മയുടെ ഒക്കൊക്കെ തേഞ്ഞു എന്ന് പറയാറുണ്ട്. ഇപ്പോഴും അച്ചമ്മ എന്നെ ഒക്കത്തിൽ നിന്ന് ഇറക്കിയിട്ടില്ല അല്ലേ? അച്ചമ്മയ്ക്ക് ഇപ്പോഴും ഞാൻ ആ പഴയ കുഞ്ഞു സച്ചി തന്നെയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അച്ചമ്മ പറയും, അതേടാ, നീ ഇപ്പോഴും എൻ്റെ കുഞ്ഞു സച്ചി തന്നെയാണ്, അതുകൊണ്ടല്ലേ നിനക്കൊരാവശ്യം വന്നപ്പോഴേക്കും ഞാൻ ഈ പിള്ളേരെയും കൂട്ടി ഓടി വന്നത്. നീ ഇപ്പോഴും എനിക്ക് എൻ്റെ ജീവൻ തന്നെയാടാ, നീ വലുതായിട്ടൊന്നുമല്ല, നീ എൻ്റെ സച്ചി, ചെറിയ സച്ചി തന്നെയാണെന്ന് പറഞ്ഞിട്ട് അച്ചമ്മ സച്ചീനെ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയത്ത് വർഷ പറയാണ്, എന്തൊരു പെർഫോമൻസ് ആയിരുന്നു അച്ചമ്മയുടെ, വക്കീൽ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ശ്രീകാന്ത് പറയും, അച്ചമ്മയ്ക്ക് എത്ര വയസ്സായി? അച്ചമ്മ ഇപ്പോഴും 25 വയസ്സായ ഒരാളെ പോലെയല്ല അച്ചമ്മ സ്റ്റേഷനുള്ളിൽ കാണിച്ചു കൂട്ടിയത് എന്ന് പറയുമ്പോൾ അച്ഛൻ പറയാം, അതേ ഞാൻ ഇത്രയും വയസ്സായി, അയാളൊരു SI ആയത് ഭാഗ്യം, അയാളൊരു പോലീസുകാരനല്ലായിരുന്നെങ്കിൽ ഞാൻ അയാളുടെ ചെകിടടിച്ച് പൊട്ടിച്ചേനെന്ന് പറയുകയാണ് അച്ചമ്മ. അപ്പോൾ അച്ചമ്മയോടുള്ള സച്ചിയോടുള്ള വാത്സല്യവും സ്നേഹമാണ് നമ്മളവിടെ കാണുന്നത്. അച്ചമ്മയ്ക്ക് എങ്ങനെ ഇതിന് സാധിച്ചെന്ന് ചോദിക്കണം സച്ചി. അപ്പം അച്ചമ്മ പറയണം, അതൊക്കെ ഉണ്ടായിടാ സച്ചി മോനെ പറയുമ്പോൾ ഈച്ച പറയും, സച്ചി അച്ചമ്മ എന്നെ വിളിച്ചിട്ട് അഞ്ജനയുടെ വീട് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം, അത് കണ്ടുപിടിച്ചിട്ട് വിവരം എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായ സംഭവങ്ങൾ ഞാൻ പറയാടാന്ന് പറയാണ് ഈച്ച. എന്നിട്ട് പറയാണ്, രേവതി എനിക്ക് സച്ചിയേട്ടനെ കാണണം, എന്നെ ആരെങ്കിലും സ്റ്റേഷനിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് കരയുന്ന സമയത്ത് അച്ചമ്മ പറയണം, നീ സ്റ്റേഷനിലേക്കൊന്നും പോകണ്ട, അവനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും എന്ന് പറയാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ്, എങ്ങനെ അമ്മ ഇങ്ങോട്ട് കൊണ്ടുവരും, അവനെ ജാമ്യത്തിൽ ഇറക്കണ്ടേ, അല്ലാണ്ട് എങ്ങനെ കൊണ്ടുവരും ചോദിക്കുമ്പം വർഷ പറയാണ്, ജാമ്യത്തിൽ ഇറക്കാൻ വക്കീലിനെ പോലെ ഏർപ്പാടാക്കണ്ടെന്നാണ് അച്ചമ്മ പറയണത്. അപ്പോൾ അച്ചമ്മ പറയാണ്, ഞാൻ കൊണ്ടുവന്നോളാം എൻ്റെ മോനെ, നിങ്ങളാരും ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഈച്ച വരികയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയണേ, അതേ ഈച്ച വരുന്നുണ്ട് പറയുമ്പോൾ ഈച്ച പറയും, അച്ചമ്മേ ഞാൻ ഇവിടെ പുതിയ ആളായ കാരണം എനിക്ക് സ്ഥലങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ലടാ, നീ ഞാൻ പറഞ്ഞ കാര്യം കണ്ടുപിടിച്ചോ ചോദിക്കുക അച്ചമ്മ. അപ്പോൾ പറയും, എനിക്ക് പുതിയ ആളായ കാരണം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി, പക്ഷേ ഞാൻ മഹേഷിനോട് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി അഞ്ജനയുടെ വീട് കണ്ടുപിടിച്ചു പറയും. ആണോ, എങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകണം.
ശ്രീകാന്തെ വർഷേ നിങ്ങൾ എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ഛമ്മ അപ്പോൾ പറയും രവീന്ദ്രൻ പറയും ഞാൻ വരാൻ പറയുമ്പോൾ പറയും വേണ്ട നീ രേവതിയെ നോക്കാൻ ഇവിടെ വേണം പറയും. അപ്പോൾ രേവതി പറയും ഞാനും വരട്ടി വയ്ക്കുമ്പോൾ വേണ്ട നീ ഇവിടെ ഇരുന്നാൽ മതി ഞാൻ സച്ചിനെ കൊണ്ട് വരൂ പറയും. അപ്പോൾ വർഷയോട് ശ്രീകാന്തിനോടും കൂടെ വരണം പറഞ്ഞിട്ട് അച്ഛമ്മയും വർഷയും ശ്രീകാന്തും ഈച്ചയും കൂടിയിട്ട് അഞ്ജനയുടെ വീട്ടിൽ പോവാണ്. അഞ്ജന വീട്ടിൽ പോയി ഡോറിൽ കോണിംഗ് ബെല്ലടിക്കുമ്പോൾ അഞ്ജന വന്ന് വാലുറക്കും. പക്ഷേ അഞ്ജനയുടെ ദേഹത്ത് ഒരു പരിക്കും കാണാനില്ല. അപ്പോൾ നിങ്ങളൊക്കെ ആരാ ചോദിക്കുമ്പോൾ നീയാണ് അഞ്ജന ചോദിക്കുമ്പോൾ അതെ നിങ്ങളൊക്കെ ആരാ ചോദിക്കുമ്പോൾ പറയും വർഷ പറയും ഇത് സച്ചിയേട്ടൻ നിങ്ങൾ പരാതി കൊടുത്ത സച്ചിയുടെ അച്ഛമ്മ, ഇത് സച്ചിയേട്ടൻ്റെ ബ്രദറിൻ്റെ വൈഫാണ് ഞാൻ, ഇത് സച്ചിയേട്ടൻ്റെ ഫ്രണ്ട്. ഇപ്പം ഞങ്ങളൊക്കെ മനസ്സിലായല്ലോ ചോദിക്കും വർഷ. അപ്പോൾ അഞ്ജനോട് പറയും സത്യം പറഞ്ഞാൽ എന്തുണ്ടായെന്ന് ചോദിക്കുമ്പോൾ അഞ്ജന നടന്ന കാര്യങ്ങളെല്ലാം പറയും. ആന്റണിയുടെ ഓഫീസിൽ വെച്ച് നടന്നത് എല്ലാ കാര്യങ്ങളും അച്ഛമ്മോട് പറയുമ്പോൾ അച്ഛൻ പറയും ഇത് നീ എന്നോട് മാത്രം പറഞ്ഞാൽ പോരാ പോലീസ് സ്റ്റേഷനിലും പറയണം പറഞ്ഞിട്ട് അഞ്ജനേനെയും കൂട്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വേണം. അങ്ങനെയാണ് SIയുടെ മുമ്പിൽ വെച്ചിട്ട് അഞ്ജനയുടെ കള്ളത്തരങ്ങളെല്ലാം അച്ഛമ്മ പൊളിക്കുന്നത്. ഇപ്പം എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ലേ സച്ചി നിനക്ക്, ഇനി നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ സച്ചി പറയാണ് നിങ്ങൾ വിട്ടോ ഞാൻ വന്നോളാം എനിക്കൊരാളെ കാണാനുണ്ട് പറയാണ്. ഇപ്പം എനിക്ക് മനസ്സിലായി രേവതിയുടെ ആക്സിഡൻറ്റ് പിന്നിൽ ആരാണെന്ന് എനിക്ക് മനസ്സിലായി, അവനെ ഞാൻ കണ്ടിട്ടേ ഞാൻ വീട്ടിലേക്ക് വരുള്ളൂ പറയുമ്പോൾ ശ്രീകാന്ത് പറയാണ് നമ്മുടെ അച്ഛനും രേവതി ചേച്ചിയൊക്കെ വിഷമിച്ചിരിക്കുകയാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ സച്ചിയേട്ടാ പറയാണ്. ഞാൻ വരാം എനിക്കിതിൻ്റെ കണക്ക് തീർത്ത് പോയാൽ എനിക്ക് സമാധാനമുള്ളൂ പറയാണ്. അപ്പോൾ ആരാ സച്ചിയേട്ടാ ചോദിക്കുമ്പോൾ പറയും ആരാ നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ ഇതിൻ്റെ പുറകിൽ ആരാന്ന് ആൻ്റണി തന്നെ, വേറെ ആരാ, അവനുള്ള കണക്ക് ഞാൻ കൊടുത്തിട്ടേ വരുന്നുള്ളൂ, രേവതിയുടെ ആക്സിഡൻറ്റിന് പിന്നിൽ അവനാണെന്ന് എനിക്ക് 100% ഉറപ്പാന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയും വെറുതെ ഊഹം വെച്ച് പറയരുത് സച്ചിട്ട്, ഊഹമല്ല ശ്രീകാന്ത് എൻ്റെ മനസ്സിൽ ഇപ്പോൾ പറയുന്നത് അവൻ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് പറയാണ്. അപ്പോൾ അച്ഛമ്മ പറയാണ് SI സാറ് വിളിച്ചിട്ടുണ്ടല്ലോ അവനെ വരാൻ പറഞ്ഞിട്ട്, അവൻ വരുന്നുണ്ടെങ്കിൽ എനിക്ക് അവനെ ഒന്ന് കാണണ്ട സച്ചി, അവൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവനെ കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ സംസാരിക്കുന്ന സമയത്ത് ആൻ്റണി ബൈക്കിൽ പോലീസ് സ്റ്റേഷന് മുമ്പിൽ വന്ന് ഇറങ്ങാണ്. ആൻ്റണിയെ കാണുമ്പോൾ സച്ചിക്ക് ഇങ്ങനെ ദേഷ്യം വരികയാണ്. എന്നിട്ട് സച്ചി പറയണം അച്ഛമ്മോട് അച്ഛമ്മേ അവനാണത് പറയണം, അവനാണ് നമ്മുടെ രേവതീനെ ആക്സിഡൻ്റ് ആക്കിയതെന്ന് പറയണം. അപ്പോൾ സച്ചിക്കുള്ള ദേഷ്യം അതേപോലെ തന്നെ അച്ഛമ്മയ്ക്ക് ആൻ്റണിയോട് കാണാം. ആൻ്റണി വന്നിട്ട് അവിടെ എല്ലാവരും കൂടി കാണുന്ന സമയത്ത് ആൻ്റണി നിമിഷം അമ്പരക്കും. ആ സമയത്ത് അച്ഛമ്മ ഇങ്ങനെ മെല്ലെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആൻ്റണി ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് അച്ഛമ്മ ഓടിച്ചെന്ന് ഒരൊറ്റ അടിയെ കൊടുക്കുക ആൻ്റണിയുടെ ചെവിടത്തെന്ന് വെച്ചാൽ പടക്കം പൊട്ടുന്ന രീതിയിലാണ് അച്ഛമ്മയുടെ അടി. അച്ഛമ്മ അടിച്ചിട്ട് ചോദിക്കും നീ എൻ്റെ മോളെ കൊല്ലാൻ നോക്കല്ലടാ, നീ എൻ്റെ മോനെ കള്ളപ്പരാതി കൊടുക്കല്ലടാ, നീ എന്താടാ വിചാരിച്ചത്, ഞങ്ങൾക്ക് ചോദിക്കാനും പറയണം അവൻ ആരുമില്ല എന്ന് നീ വിചാരിച്ചോടാ, നീ എന്താടാ വിചാരിച്ചത് ചോദിക്കുമ്പോൾ ഇവനെ സച്ചി നമുക്ക് ഇവന് വീൽ ചെയറിൽ ഇരുത്തണ്ടടാ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയണം ഇവനെ വീൽ ചെയറിലല്ല അച്ഛമ്മ ഇവനെ പെട്ടിയിൽ കിടത്തണം പറഞ്ഞിട്ട് സച്ചി പൊതിരെ അടിക്കുകയാണ് ആൻ്റണീനെ. പൊതിരെ അടിക്കുമ്പോൾ സത്യം പറയടാ നീയല്ലടാ രേവതീനെ ആക്സിഡൻ്റ് ആക്കി ചോദിക്കുമ്പോൾ ആൻ്റണി പറയേണ്ട അല്ലെന്നോ സത്യം പറയടാ പറയുമ്പോൾ നിൻ്റെ വല്ല തെളിവുണ്ടോ സച്ചി ഞാനാന്നുള്ളതിനെ ചോദിക്കുകയാണ് ആൻ്റണി. എത്ര അടി കിട്ടിയിട്ട് ആൻ്റണി സമ്മതിക്കില്ല. അപ്പോൾ അച്ഛമ്മ ഒപ്പം നിന്നിട്ട് അടിക്കടാ സച്ചി, തല്ലടാ കൊല്ലടാ അവനെ, അടിക്കടാ ഇനി അടിക്കടാ പറഞ്ഞിട്ട് അച്ഛമ്മ ഒപ്പം നിന്നിട്ട് സച്ചിയോട് പറയുന്നുണ്ട്. ഈ സമയത്ത് പോലീസുകാർ ഓടി വന്നിട്ട് സച്ചിനെയും ആൻ്റണീനെയും പിടിച്ചു മാറ്റിയിട്ട് പറയും എന്താടാ അത് പോലീസ് സ്റ്റേഷൻ എന്നുള്ള ചിന്തയൊന്നുമില്ല നിനക്ക്, നിൻ്റെ ഭാര്യ അപ്പോൾ പറയും സച്ചി എൻ്റെ ഭാര്യയെ കൊല്ലാൻ നോക്കിയാനായി നിൽക്കണ സാറേ പറയുമ്പോൾ നിനക്ക് സംശയമുണ്ട് അവനെ ചോദിക്കുമ്പോൾ സംശയമുണ്ട് സാറേ. അപ്പോൾ വീണ്ടും അവൻ ചോദിക്കും എന്ത് തെളിവാണ് സച്ചി എന്നൊക്കെ ചോദിക്കുമ്പോൾ നിന്നെ ഞാൻ ശരിയാക്കി തരാടാ, നിനക്ക് തെളിവൊക്കെ ഞാൻ ഉണ്ടാക്കി തരാടാ പറഞ്ഞിട്ട് അച്ഛമ്മ ആൻ്റണീനെ പിടിച്ച് വലിച്ചിട്ട് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ അച്ഛമ്മ ആൻ്റണിയും കൊണ്ട് പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ SI ചോദിക്കണം നിങ്ങൾ ഇതുവരെ പോയില്ലേ ചോദിക്കണം, ഞങ്ങൾ ഇവൻ വരാൻ വേണ്ടി കാത്തു നിൽക്കായിരുന്നു സാറേ, ഇവൻ്റെ വായിന്ന് തന്നെ സത്യം അറിയണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു എന്ന് പറയണം. അപ്പോൾ അവനോട് ചോദിക്കും പോലീസ് നീയല്ലടാ കള്ളപ്പരാതി തന്നെ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല, നീയാണോ രേവതിയുടെ ആക്സിഡൻറ്റ് പിന്നിൽ ചോദിക്കുമ്പോൾ അല്ല സാറേ പറയും നീ ഇങ്ങോട്ട് വന്നേ പറഞ്ഞിട്ട് ആൻ്റണീനെ SI വിളിച്ചിട്ട് ഫ്രണ്ടിൽ നിർത്തിയിട്ട് പറയാം നിൻ്റെ ബാൻഡേജൊക്കെ ഊരി വെക്കുക, ഇതെന്തായാലും ഇല്ലാത്ത മുറിവിൻ്റെ പേരിൽ നീ കെട്ടിയ ബാൻഡേജ് അല്ലേ, ഇതൊക്കെ ഞാൻ നിനക്ക് വേണ്ടി വരും, ഞാൻ ശരിയാക്കി തരാൻ പറഞ്ഞിട്ട് ആൻ്റണീനെ അടിച്ച് തവിട് പൊടിയാക്കണം. ആൻ്റണീനെ അടിക്കുമ്പോഴും ആൻ്റണി പറയേണ്ടത് ഞാനല്ല അത് ചെയ്തേക്കണം, ഞാനല്ല ആക്സിഡൻറ്റിൻ്റെ പിന്നിൽ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അച്ഛമ്മ പറയും പോലീസ് സ്റ്റേഷനായത് നിൻ്റെ ഭാഗ്യമായി, അല്ലെങ്കിൽ നിന്നെ ഇങ്ങനെയല്ല ഞങ്ങൾ നോക്കാമെന്നൊക്കെ പറയും. അപ്പോൾ സച്ചി പറയും എൻ്റെ രേവതിയുടെ ആക്സിഡൻറ്റിന് പിന്നിൽ ഇവൻ തന്നെയാണെന്ന് ഉറപ്പാണ് സാറേ പറഞ്ഞിട്ട് സച്ചി അവിടെ ഇട്ടിട്ട് അവനെ അടിക്കുകയാണ്. അപ്പോൾ പോലീസുകാർ പറയും ഇവിടെ ഞങ്ങളുണ്ട്, ഇവിടെ നീ വല്ലാണ്ട് ഗുണ്ടായിസം കാണിക്കേണ്ട സച്ചി, നിങ്ങളോട് പോകാനില്ല ഞങ്ങൾ പറഞ്ഞു, ഇവൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറയും. പിന്നെ ആൻ്റണി ചോദിക്കുമ്പോൾ ആൻ്റണി സമ്മതിക്കില്ല. അപ്പോൾ സച്ചി
സച്ചി വീണ്ടും അവനെ അടിക്കാൻ SI വന്നിട്ട് പിടിച്ച് മാറ്റിയാണ്. ഒരു കാഞ്ചി ഇവനെ പിടിച്ചിട്ട് സെല്ലിലിട്, ഇവനെ ഞാനൊന്ന് നല്ല പദം വരുത്തി കഴിഞ്ഞാൽ ഇവ സത്യം തുറന്ന് പറയുമെന്ന് പറയാണ് SI പറയുമ്പോൾ ആൻ്റണി പറയും, വേണ്ട സാറേ, സത്യം ഞാൻ പറയാം, ഞാൻ തന്നെയാണ് രേവതിയുടെ ആക്സിഡൻറ്റിൻ്റെ പിന്നിൽ. സച്ചി, ഞാനിങ്ങനെ ബിസിനസ് നടത്തുന്ന ഒരാളുടെ വീട്ടിൽ വന്നിട്ട് സച്ചി ഇടപെട്ട് എനിക്ക് ആ പൈസ കിട്ടാണ്ടായി, അതിൻ്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാ. പറയുമ്പോൾ എന്ത് ബിസിനസ്സാടാ, പണം പലിശയ്ക്ക് കൊടുക്കുന്നതാണോ നിൻ്റെ ബിസിനസ് ചോദിച്ചിട്ട് SI വീണ്ടും അടിക്കണം. അപ്പോൾ സച്ചി ആ വിവരം അറിയണം, രേവതിയുടെ ആക്സിഡൻറ്റിൻ്റെ പിന്നിൽ ആൻ്റണിയാന്നുള്ള സത്യം സച്ചി അവിടെ വെച്ചിട്ട് തിരിച്ചറിയാണ്. സച്ചി അവിടെ വെച്ച് തിരിച്ചറിഞ്ഞിട്ട്, ഇനി ഇവർക്കുള്ള ശിക്ഷ ഞാൻ മേടിച്ചു കൊടുത്തോളാം, കിട്ടാവുന്നതിലും പരമാവധി ശിക്ഷ ഞാൻ കൊടുത്തോളാം സച്ചി, ഇനി നിങ്ങൾ പൊക്കോ എന്ന് പറയാണ് സച്ചിയോട് SI. അപ്പോൾ സച്ചി പറയും, സാറേ, എൻ്റെ രേവതീനെ ഇല്ലാതാക്കാൻ നോക്കി, ഇവനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട്, എൻ്റെ രേവതി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവളിപ്പോൾ ഒരു ആഗ്രഹം പറഞ്ഞതിനെ വേണ്ടി SIയുടെ അടുത്ത് നിന്ന് പറഞ്ഞ ആൻ്റണീനെ പിടിച്ച് ചുമരിനോട് ചേർത്ത് ഇടിക്കാണ് സച്ചി. അപ്പോൾ SI വന്നിട്ട് പറയും, സച്ചി, ഇനി നിന്നെ ഞാൻ പിടിച്ച് ലോക്കപ്പിലിടണോ, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ, ഇവനുള്ള ശിക്ഷ ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറഞ്ഞതല്ലേ, ഇവന് വിളക്കുള്ള പരമാവധി ശിക്ഷ ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് പിടിച്ച് കൊണ്ടുപോടോ ഇതിനെന്ന് പറയണ ശ്രീകാന്തിനോട് സച്ചിനെ പിടിച്ചു കൊണ്ടുപോകാൻ പറയണം. അങ്ങനെ സച്ചി ശ്രീകാന്ത് എല്ലാവരും കൂടിയിട്ട് അവിടുന്ന് പോവാണ്. അവിടുന്ന് പോണ സമയത്ത് SI പറയണം, ഇവരെ പിടിച്ച് ലോക്കപ്പിലിട്, ഇവർക്കുള്ള പണി നമ്മളൊക്കെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ആൻ്റണീനെയും അഞ്ജനേനെയും പിടിച്ച് ലോക്കപ്പിൽ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അങ്ങനെ അച്ചമ്മയുടെ ഒരു എന്താ പറയുക, അച്ചമ്മയുടെ ഒരു പവറാണ് നമ്മളവിടെ കാണുന്നത്. ആ ആൻ്റണിയുടെ ചെവിടത്തടിക്കാൻ അച്ചമ്മ കാണിച്ച ഒരു ഉത്സാഹം, സത്യങ്ങളെല്ലാം തെളിയിക്കുക, അച്ചമ്മയുടെ ബുദ്ധി എല്ലാം, അച്ചമ്മയ്ക്ക് സച്ചിയോടുള്ള സ്നേഹവും വാത്സല്യമാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.